2017 ഇന്ത്യൻ സിനിമയെ തന്നെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ഒരു സിനിമ എത്തി. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ റെക്കോർഡുകളും ആ സിനിമ തൂത്തുവാരി. ഏതാന്നല്ലേ? നമ്മുടെ ബാഹുബലി 2. ബോളിവുഡിലെയും ടോളിവുഡിലെയും തമിഴിലെയും തെലുങ്കിലെയും എല്ലാ സിനിമകളുടെ റെക്കോർഡും ബാഹുബലിക്ക് മുമ്പിൽ മുട്ടുമടക്കി. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ വിജയമായി ബാഹുബലി മാറുകയും ചെയ്തു. പക്ഷേ എല്ലാ ഇൻഡസ്ട്രികളെ പിടിച്ചു കെട്ടിയെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ മാത്രം ബാഹുബലിക്ക് റെക്കോർഡ് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അത് ഏത് ഇൻഡസ്ട്രി എന്നല്ലേ? നമ്മുടെ സ്വന്തം മലയാളം ഇൻഡസ്ട്രി. ബ്രഹ്മാണ്ഡ സിനിമയായ ബാഹുബലി വരെ മുട്ടുകുത്തിയ ആ സിനിമ ഏതെന്നല്ലേ? പുലിമുരുകൻ. നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ പുലിമുരുകൻ. നമ്മൾ മലയാളികളും മലയാളം ഇൻഡസ്ട്രിയും തൊട്ടടുത്ത ഇൻഡസ്ട്രികൾ 50 കോടി 100 കോടി കണക്കുകൾ പറയുന്നത് മോഹത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട്. അവിടേക്കാണ് നമ്മുടെ റെക്കോർഡുകളുടെ തമ്പുരാൻ ലാലേട്ടന്റെ എൻട്രി. മലയാളത്തിലെ എല്ലാ റെക്കോർഡുകളും ആ മനുഷ്യന്റെ പേരിലാണ്. മലയാളത്തിലെ ആദ്യ 50 കോടി സംഭവിക്കുന്നത് ദൃശ്യം 2013 ഇറങ്ങുമ്പോഴാണ്. അതുവരെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ 50 കോടി കളക്ട് ചെയ്തൊരു സിനിമ, ആ കണക്ക് നമ്മൾ കേട്ടിട്ടില്ല. ദൃശ്യം, മോഹൻലാൽ ആ റെക്കോർഡ് അന്ന് അവിടെ ഇട്ടു. അതുകൊണ്ടും തീരുന്നില്ല, റെക്കോർഡുകളുടെ ചരിത്രം അവിടെ തുടങ്ങുകയായിരുന്നു. 2013 ദൃശ്യം പുറത്തിറങ്ങി കൃത്യം 3 വർഷം കഴിഞ്ഞപ്പോൾ മോഹൻലാൽ മലയാളത്തിൽ മറ്റൊരു റെക്കോർഡ് ഇട്ടു. എല്ലാവരും കാത്തിരുന്ന, നമ്മൾ മലയാളികളും മലയാളം ഇൻഡസ്ട്രിയും ആഗ്രഹിച്ചിരുന്ന റെക്കോർഡ്, മലയാളത്തിലെ ആദ്യ 100 കോടി സിനിമ. സംവിധായകൻ വൈശാഖ്, നായകൻ മോഹൻലാൽ. നമ്മൾ ഒരിക്കലും മറക്കാത്ത പേര് പുലിമുരുകൻ. മലയാളികൾ കാത്തിരുന്ന ആദ്യ 100 കോടി സിനിമ അന്ന് ജനിച്ചു. അവിടം കൊണ്ടും അത് അവസാനിച്ചില്ല. ആദ്യ 100 കോടി സിനിമയായി, ആദ്യ 125 കോടി സിനിമയായി, അവസാനം അത് 150 കോടിയിലേക്ക് വന്നു നിന്നു. ബുക്ക് മൈ ഷോ ഇല്ലാത്ത കാലമാണ്. അന്ന് ടിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി ക്യൂ നിൽക്കുക തന്നെ വേണം. ഇന്നും ആ പഴയ ഓർമ്മകൾ നമ്മളിലേക്ക് വരുന്നുണ്ടാവും. എല്ലാ തിയേറ്ററിന് മുമ്പിലും പൂരപ്പറമ്പിലെ പോലെ ആൾ. മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നു ഒടിയൻ. ഇത്രമാത്രം പ്രൊമോഷൻ വർക്കുകളും ഇത്രമാത്രം പ്രതീക്ഷകളും തന്ന സിനിമ അടുത്തൊന്നും മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ലാലേട്ടന്റെ ഗെറ്റപ്പ് ചേഞ്ചും അതിനൊരു കാരണമായിരുന്നു. ഒടിയന്റെ ട്രെയിലറും പാട്ടുകളും അതിനോടകം തന്നെ സൂപ്പർ ഹിറ്റ് ആയി കഴിഞ്ഞിരുന്നു. ഡിസംബർ 14, 2018 ഒടിയന്റെ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിരുന്നത്. അപ്രതീക്ഷിതമായി ആ ദിവസം ഒരു ഹർത്താൽ വരികയാണ്. അപ്പോഴും ഒടിയന്റെ അണിയറ പ്രവർത്തകർ റിലീസ് ഡേറ്റ് മാറ്റാൻ തയ്യാറായില്ല. കാരണം ഒരു ഹർത്താലും ഒടിയനെ ബാധിക്കില്ലെന്ന് അവർക്കറിയാം. ഏത് ഹർത്താലാണെങ്കിലും, ഏത് റോഡ് ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞാലും ഒടിയൻ കാണാൻ, ലാലേട്ടനെ കാണാൻ ജനങ്ങൾ തിയേറ്ററിൽ എത്തുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. ഒടിയന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞു. ഒരു ഹർത്താലിനും മോഹൻലാലിന്റെ സ്റ്റാർഡത്തെയോ മോഹൻലാലിന്റെ സിനിമയോ തടയാൻ കഴിയില്ല എന്ന് നമ്മൾ മലയാളികൾ സാക്ഷിയായ ദിവസമായിരുന്നു ഒടിയൻ. സിനിമയ്ക്കുണ്ടായത് ഒരു മികച്ച റിവ്യൂ ആയിരുന്നില്ല. എന്നാലും ഫസ്റ്റ് ഡേ കളക്ഷന്റെ റെക്കോർഡ് കുറെ കാലം ഒടിയന്റെ പേരിൽ തന്നെയായിരുന്നു. ഒരുപക്ഷെ അന്ന് ഒടിയൻ ഒരു മികച്ച സിനിമയായി പ്രേക്ഷകർക്ക് അനുഭവപ്പെട്ടിരുന്നെങ്കിൽ ആദ്യത്തെ 200 കോടിയും മോഹൻലാലിന്റെ പേരിൽ തന്നെയാകുമായിരുന്നു. അതിനുശേഷം മോഹൻലാലിന്റെ കരിയറിലും മലയാളം ഇൻഡസ്ട്രിയിലും ചലനമുണ്ടാക്കിയ സിനിമയായിരുന്നു ലൂസിഫർ. ലൂസിഫറും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ റെക്കോർഡുകളും തിരുത്തി. ഓരോ ലാലേട്ടൻ സിനിമകൾ ഇറങ്ങുമ്പോൾ ഓരോ പുതിയ റെക്കോർഡുകൾ ഉണ്ടാകുന്നു. ഓരോ ലാലേട്ടൻ സിനിമകൾ വീണ്ടും ഇറങ്ങുമ്പോൾ ഒരിക്കലുണ്ടായ റെക്കോർഡുകൾ അദ്ദേഹം തന്നെ തകർത്തെറിയുന്നു. ഈ കാഴ്ചയാണ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇതാ എമ്പുരാന്റെ റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. മലയാളം ഇൻഡസ്ട്രിയിൽ തമിഴിലെയും തെലുങ്കിലെയും സിനിമകൾ വന്ന് റെക്കോർഡിലിടുന്ന കാലമാണ്. ലാലേട്ടന്റെ കരിയറിലെ ഏറ്റവും മോശമായ കാലഘട്ടമായിരുന്നു കഴിഞ്ഞു പൊക്കോണ്ടിരുന്നത്. തുടരെ ഒരുപാട് പരാജയ സിനിമകൾ അദ്ദേഹത്തിന്റെ കരിയറിലുണ്ടായി. പക്ഷേ രാജാവെന്ന് ഓർമ്മിപ്പിക്കുന്ന പോലെ ബുക്ക് മൈ ഷോ വരെ സ്തംഭിപ്പിച്ചുകൊണ്ട് എമ്പുരാന്റെ ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു. ആദ്യ 1 മണിക്കൂറിൽ വിറ്റഴിഞ്ഞത് 1 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ്. ലിയോയുടെയും പുഷ്പയുടെയും ഇതുവരെ കണ്ട എല്ലാ പാൻ ഇന്ത്യൻ സിനിമകളുടെയും റെക്കോർഡാണ് ലാലേട്ടന്റെ, പൃഥ്വിരാജിന്റെ, മുരളി ഗോപിയുടെ എമ്പുരാൻ കടത്തിവെട്ടിയത്. അതാണ്, രാജാവ് വരുമ്പോൾ ചരിത്രം വഴിമാറും. ഇനി എന്തെല്ലാം റെക്കോർഡുകളാണ് പാൻ ഇന്ത്യൻ സിനിമയുടെ പുറകെ പായുന്ന ഈ കാലത്ത് മലയാളികൾക്ക് അഭിമാനിക്കാൻ, നമുക്ക് പറയാൻ, നമുക്കുമുണ്ടൊരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് അഹങ്കരിക്കാനായി എമ്പുരാൻ എത്തുന്നു. മലയാളം ഇൻഡസ്ട്രിയെ, മലയാളം സിനിമയെ ഏത് ലെവലിലേക്ക് എത്തിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയും റെക്കോർഡുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം അമരക്കാരൻ ഒരേ ഒരാൾ മാത്രമായിരിക്കും, നമ്മളുടെ സ്വന്തം ലാലേട്ടൻ.